ജോസഫ്. പി ജെ ജോസഫിൻ്റെ പേരക്കുട്ടിയാണ് ജോർജ്. ജോർജാണ് ഈ പശുവിന് പേരിട്ടത്. എന്താണ് പശുവിൻ്റെ പേരെങ്ങനെയാണ്? കരീന. എന്തായാലും ജോർജ് മാത്യുവിന് അവർക്ക് ഇത് അല്പം കൈമാറിയിട്ടുണ്ട്. മാത്യു ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. മാത്യു എങ്ങനെയാണ്? സന്തോഷമായോ? സന്തോഷമായി. ആദ്യമായിട്ട് ഒരു പശു വീട്ടിലേക്ക് എത്തിയില്ലേ? ആദ്യമായിട്ടാണ് വന്നത്. ഇതുവരെ മേടിച്ചിട്ടില്ല. ആദ്യമായിട്ട്. കൊടുക്കല്ലേ ഫോട്ടോ എടുക്കുന്നില്ല. ഫോട്ടോ എടുക്കുന്നില്ല. ഫോട്ടോയോ അമ്മേര് വിളിച്ചു പറഞ്ഞു. അമ്മേനെ കൊച്ചുകൂടെ ഉണ്ട്. എന്താ സാറേ അങ്ങോട്ട് കയറുന്നു? അത് ചേട്ടനെ കൂടെ അത് ചേട്ടാ അപ്പൊ ചേട്ടാ അവൻ്റെ തന്നെ അവന് പരിചയമില്ല. ഹരീഷേ ഹരീഷേ സ്റ്റാൻഡ് തന്നെ ബൈക്ക് കൊടുക്കാതെ അബു 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 സ്റ്റാൻഡ് മാറിക്കോളൂ. ആരാണ് കുത്തുന്നത്? എടുക്കാം. നോക്കുന്നത്. വർഷത്തിൽ ആദ്യം സങ്കടകരമായ വാർത്തയായിരുന്നുവെങ്കിൽ പിന്നീട് പ്രതീക്ഷകൾ നൽകുന്ന ആ ഒരു പ്രഖ്യാപനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും എല്ലാം അത്തരത്തിൽ പ്രഖ്യാപനങ്ങളുണ്ടായി. സംസ്ഥാന സർക്കാർ ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി 5 പശുക്കളെ നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ നടൻ ജയറാം 5 ലക്ഷം രൂപ കൈമാറി. പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും മമ്മൂട്ടി 1 ലക്ഷം രൂപയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലുലു ഗ്രൂപ്പിൻ്റെ 10 പശുക്കൾ വാങ്ങാനുള്ള സഹായവും പിന്നാലെ എത്തുന്നുണ്ട്. അതിന് പിന്നാലെയാണ് പി ജെ ജോസഫിൻ്റെ നേതൃത്വത്തിൽ അവർ ആദ്യം അറിയിച്ചതുപോലെ ഒരു പശുവിനെ ഇവിടെ എത്തിച്ച് നൽകിയിരിക്കുന്നത്. പി ജെ ജോസഫ് MLA ഇപ്പോൾ ആ പശുവിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആ പശുവാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പി ജെ ജോസഫ് MLAയുടെ മകൻ അബു ജോൺ ജോസഫും കൊച്ചുമകൻ ജോർജുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരാണ് ഇപ്പോൾ ഈ പശുവിനെ കൈമാറുന്നത്. ഗീർ ഇനത്തിൽപ്പെട്ട പശുവിനെയാണ് കൈമാറിയിരിക്കുന്നത്. എന്തായാലും നമ്മോടൊപ്പം അബു ജോൺ ജോസഫ് ചേരുകയാണ്. എന്താണ് ഇങ്ങനെയൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചത്? അല്ല, ഇവിടെ ഇങ്ങനെ ഒരു ഈ പശുക്കളിൽ നിന്ന് മാത്രം ഒരു ആദായ മാർഗമായിട്ട് ജീവിച്ചിരുന്ന സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ നമ്മൾ വാർത്തകൾ കണ്ടപ്പോൾ ഇന്നലെ അപ്പച്ചനോട് എത്തിയിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്കൊരു പശുവിനെ കൊണ്ടേ കൊടുക്കാം. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഈ പശുവിൻ്റെ പ്രത്യേകത പറഞ്ഞത് കഴിഞ്ഞ
കോവിഡ് സമയത്ത് ഉണ്ടായ ഒരു കിടാവാണ്. അന്ന് വീട്ടിൽ പേരക്കുട്ടികളെല്ലാം അപ്പച്ചൻ്റെ ഉണ്ടായിരുന്നപ്പം അവരെല്ലാം തൊഴുത്തി വിളിച്ചുകൊണ്ട് പോയി പേരിടാൻ പറഞ്ഞു. അപ്പം ജോർജും എല്ലാവരും ചേർന്നാണ് ഈ കരീന എന്നുള്ള പേരിട്ടത്. ഇത് ഗീർ ബുള്ളിൽ നിന്നും ഒരു HF ജേഴ്സി ക്രോസ് ഒരു പശുവിൽ നിന്നും ഉണ്ടായ കിടാവാണ്. ഇപ്പോൾ ഇതിനൊരു 3-4 മാസം ചെനയുണ്ട്. അപ്പം ഇവർക്ക് ഉണ്ടായ നഷ്ടത്തിന് ഇത് ഒരിക്കലും ഒരു പരിഹാരമല്ല. കാരണം കൈത്തീറ്റ കൊടുത്ത് വളർത്തിയ കുറച്ച് പശുക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു ക്ഷീരകർഷകൻ എന്ന രീതിയിൽ നമുക്കൊക്കെ എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു കുട്ടികളാണ്. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഏറ്റ ആഘാതത്തിന് ഇതൊന്നും ഒരു പരിഹാരമല്ല. പക്ഷേ നമ്മളെ കൊണ്ടാവുന്നത് ഇപ്പോൾ കേരളം മുഴുവൻ അവർക്ക് സഹായമായിട്ട് എത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഒരു മലയാളി എന്ന രീതിയിൽ നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന രീതിയിൽ ഒരു വിപത്തുണ്ടാകുമ്പോഴാണ് നമ്മൾ മലയാളിയുടെ നല്ല മനസ്സ് കാണുന്നത്. നമ്മൾ പ്രളയത്തിലൊക്കെ കണ്ടതാണ്. അതുപോലെ ഇപ്പം എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ മേഖലയിലുള്ള ആളുകളും ഇവർക്കൊക്കെ സഹായമായിട്ട് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട് ഇത് നടക്കുന്നതാണ്. തീർച്ചയായും എന്തായാലും അബു ജോൺ ജോസഫ് PJ ജോസഫിൻ്റെ പേരക്കുട്ടിയാണ് ജോർജാണ് ഈ പശുവിന് പേരിട്ടത്. എന്താണ് പശുവിൻ്റെ പേരെങ്ങനെയാണ്? കരീന. എന്തായാലും ജോർജ് മാത്യുവിന് അവർക്ക് ഇത് അല്പം കൈമാറിയിട്ടുണ്ട്. മാത്യു ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. മാത്യു എങ്ങനെയാണ്? സന്തോഷമായോ? സന്തോഷമായി. ആദ്യമായിട്ട് ഒരു പശു വീട്ടിലേക്ക് എത്തിയില്ല ഈ ആദ്യമായിട്ടാണ് വന്നത്. ഇതുവരെ മേടിച്ചിട്ടില്ല. ആദ്യമായിട്ട്. ഇതുവരെയുള്ളതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായതായിരുന്നു അല്ലേ? 2 പശുവും തുടങ്ങിയതാണ്. അതിൻ്റെ മക്കളും മക്കളുടെ മക്കളും അതിൻ്റെ മക്കളും അങ്ങനെയായിരുന്നു, കുടുംബമായിരുന്നു. അത് 13 കഴിഞ്ഞ ഞായറാഴ്ച പിരിഞ്ഞു. ഇപ്പം എന്തായാലും കൂടുതൽ പശുക്കളൊക്കെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ടല്ലേ? വളരെ സന്തോഷമുണ്ട്. ഓക്കെ. എന്തായാലും ഇവിടെ മാത്യു ഇപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞു. ഇപ്പം ജോർജ്, ഈ മാത്യുവിനൊപ്പം ഉണ്ടായിരുന്ന ആൾ ജോർജ് ആണ്. ജോർജും മാത്യുവുമാണ് ഈ പശുപരിപാലനത്തിന് മുൻപന്തിയിൽ നിന്നിരുന്നത്. ജോർജ് പശുക്കളൊക്കെ കൂടുതൽ പേര് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ പശു PJ ജോസഫ് MLA വകയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സന്തോഷമായോ? തീർച്ചയായും വളരെ നല്ല സന്തോഷമുണ്ട്. കാരണം അന്നൊന്നും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പം ഈ പശുവിനെ കിട്ടിയപ്പോൾ വളരെ സന്തോഷം.